കേരള സ്കൂൾ കായികമേളയുടെ അവസാനഘട്ട ഒരുക്കത്തിലാണ് തലസ്ഥാനം. ഒളിമ്പിക്സ് മാതൃകയിൽ സംഘടിപ്പിക്കുന്ന കായികമേളയ്ക്ക് ഒക്ടോബർ 21-ന് തിരിതെളിയും. മുഖ്യമന്ത്രി പിണറായി വിജയൻ കായിക മാമാങ്കത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. 1.25 ലക്ഷത്തോളം താരങ്ങളാണ് കായികമേളയിൽ പങ്കെടുക്കുന്നത്. 67ാമത് സ്കൂൾ കായികമേളയെ വരവേൽക്കാനൊരുങ്ങുകയാണ് തലസ്ഥാന നഗരി. ഒളിമ്പിക്സ് മാതൃകയിൽ സംഘടിപ്പിക്കുന്ന കായിക മാമാങ്കം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൗമാര കായികമേള എന്ന നിലയിൽ ശ്രദ്ധേയമാണ്. ഒക്ടോബർ 21-ന് തിരിതെളിയുന്ന കായികമേള ഒക്ടോബർ 28-നാണ് സമാപിക്കുക. തങ്കു എന്ന് പേരിട്ട മുയലാണ് മേളയുടെ ഭാഗ്യചിഹ്നം. ക്രിക്കറ്റ് താരം സഞ്ജു സാംസണാണ് മേളയുടെ ബ്രാൻഡ് അംബാസിഡർ. നടി കീർത്തി സുരേഷ് ഗുഡ്വിൽ അംബാസിഡറുമാണ്. ജേതാക്കളാകുന്ന ജില്ലയ്ക്ക് 117.5 പവൻ തൂക്കമുള്ള സ്വർണ്ണക്കപ്പ് സമ്മാനിക്കും. വേദികളുടെയെല്ലാം അവസാനഘട്ട ഒരുക്കങ്ങളാണ് നിലവിൽ നടക്കുന്നത്. മേളയുടെ സുഗമമായ പ്രവർത്തനത്തിനായി 16ഓളം സബ് കമ്മിറ്റികളുമുണ്ട്. തിരുവനന്തപുരം ശിക്ഷക് സദൻ ഓഫീസാക്കി പ്രവർത്തിച്ചുകൊണ്ട് ഇതിനുള്ള സജ്ജീകരണങ്ങൾ ക്രമീകരിച്ചു വരികയാണ്. മേളയുടെ വിജയത്തിനായി 16ഓളം സബ് കമ്മിറ്റികൾ പ്രവർത്തിക്കുകയാണ്. 21-ന് വൈകുന്നേരം 4 മണിയോടുകൂടി ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കും. കായിക താരങ്ങളുടെ മാർച്ച് പാസ്റ്റാണ് ആദ്യം നടക്കുന്നത്. 12 വേദികളിലായി 40 ഇനങ്ങളിലായാണ് അത്ലറ്റിക്സ് ഗെയിംസ് മത്സരങ്ങൾ നടക്കുക. ഗൾഫിൽ നിന്നുള്ളവരും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരുമടക്കം 20,000-ലേറെ കുട്ടികൾ മേളയിൽ പങ്കെടുക്കും. 21-ാം തീയതി മാർച്ച് പാസ്റ്റോടുകൂടി ആരംഭിക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ ഫുട്ബോൾ താരം IM വിജയൻ ദീപശിഖ തെളിയിക്കും. കായിക രംഗത്ത് സംസ്ഥാനത്തിന്റെ ഭാവി വാഗ്ദാനങ്ങളെ കണ്ടെത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ഏറ്റവും വലിയ വേദി കൂടിയാണ് കേരള സ്കൂൾ കായികമേള. കേരളത്തിന്റെ സ്വന്തം ഒളിമ്പിക്സിനായുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ് തലസ്ഥാന നഗരി. ഒക്ടോബർ 21 മുതൽ 28 വരെ അനന്തപുരി കായിക താരങ്ങളെ കൊണ്ട് നിറയും. ക്യാമറാമാൻ സുരേഷിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.